നാം എല്ലാവരും തന്നെ നമ്മുടെ വീടുകൾക്കുള്ളിൽ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരോ ചെടികൾ വളർത്തുന്നവരോ ഒക്കെയാണല്ലേ. ഇങ്ങനെ വീടുകൾക്കുള്ളിൽ ചെടികൾ വളർത്തുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്രാണിശല്യം. ചെറിയ കൊതുകുകളെ പോലെയോ പൂവീച്ച എന്നെല്ലാം പല നാടുകളിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് ഫ്ലൈസിനെ പോലെയോ ഇരിക്കുന്ന ഈ ചെറിയ പ്രാണികളെ പറയുന്ന പേരാണ് ഫംഗസ് സ്നാറ്റ്സ്. ഈ ഫംഗസ് സ്നാറ്റ്സുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അവ നമ്മളെ എങ്ങനെയൊക്കെയാണ് ശല്യം ചെയ്യുന്നതെന്നും അവയെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ജൈജു ഫ്രം ജൈജു സോമീഡിയസ്. ഈ ഫംഗസ് നാറ്റുകൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ കക്ഷിയെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്ന വളരെ ചെറിയ ഒരിനം പ്രാണികളാണവ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൂവീച്ചകൾ അഥവാ ഫ്രൂട്ട് ഫ്ലൈസുമായി ഇവയ്ക്ക് രൂപസാദൃശ്യമുണ്ട്. പക്ഷേ വലിപ്പം വളരെ കുറവാണ്. ഈ ഫംഗസ് നാറ്റുകൾ ചെടികളുടെ ചുവട്ടിൽ മണ്ണിന് മുകൾ തട്ടിലായി മുട്ടയിട്ടാണ് അവയുടെ ലൈഫ് സൈക്കിൾ അഥവാ ജീവിതചക്രം ആരംഭിക്കുന്നത്. ഒരു പ്രാണിക്ക് അഥവാ ഫംഗസ് നാറ്റിന് 300ഓളം മുട്ടകൾ ഇടുവാൻ സാധിക്കും. ഈ മുട്ടകൾ 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ വിരിയുകയും ഈ കാണുന്നത് പോലെയുള്ള ലാർവകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ലാർവകൾ ജീവിക്കുന്നത് മണ്ണിലുള്ള ജൈവ അവശിഷ്ടങ്ങൾ അഥവാ ഓർഗാനിക് മാറ്റർ കഴിച്ചാണ്. ചെടികളുടെ വേരുകളും ഇവയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ചെറിയ ചെടികൾ ഇവയുടെ ശല്യം കൂടുതലുണ്ടെങ്കിൽ നശിച്ചു പോകാൻ വലിയ താമസമൊന്നും വേണ്ട. 4-6 ദിവസത്തിനുള്ളിൽ ഈ ലാർവകൾ പൂർണ്ണ വളർച്ചയെത്തുന്നു. ഈ ഫംഗസ് നാറ്റുകളുടെ ആകെ ജീവിതം അനുയോജ്യമായ സാഹചര്യങ്ങളിൽ 3-4 ആഴ്ചകൾ മാത്രമാണ്. ഇവ നമ്മെ ഉപദ്രവിക്കുകയോ കടിക്കുകയോ ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ചുറ്റിലും വീട്ടിൽ മുഴുവൻ 100 കണക്കിന് കുഞ്ഞൻ പ്രാണികൾ പറന്നു നടക്കുന്ന അവസ്ഥ ആർക്കാണ് സഹിക്കാൻ പറ്റുക? നനവുള്ള മണ്ണും ഈർപ്പമുള്ള സാഹചര്യങ്ങളുമാണ് ഈ ഫംഗസ് നാറ്റുകൾക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഫംഗസ് നാറ്റുകൾ എവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ഇവയുടെ ശല്യമില്ലാതിരുന്ന ഒരു വീട്ടിലേക്ക് ഈ ഫംഗസ് നാറ്റുകൾ ആദ്യമായി വരുന്നത് നാം പുതുതായി നഴ്സറികളിൽ നിന്നോ നമ്മുടെ കൂട്ടുകാരുടെയോ മറ്റോ വീട്ടുകളിൽ നിന്നോ വാങ്ങിക്കൊണ്ടുവരുന്ന ചെടികളിൽ കൂടിയാണ്. നാം വാങ്ങുന്ന ചെടികളിൽ ഇവയുടെ മുട്ടകളോ ലാർവകളോ ഉണ്ടെങ്കിൽ അവ നമ്മുടെ വീട്ടിലുള്ള മറ്റു ചെടികളിലേക്ക് പകരുവാൻ ചെറിയ സമയം മതിയാകും. അതുകൊണ്ട് ചെടികളിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർ ചെടികൾ വാങ്ങാനായി സെലക്ട് ചെയ്യുമ്പോൾ ചട്ടിയുടെ ഉള്ളിൽ ഈ ഫംഗസ് നാറ്റുകളുടെ മുട്ടകളോ ലാർവകളോ ജീവനുള്ള പ്രാണികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. എനിക്കങ്ങനെ ഒരിക്കൽ പണി കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ചാൻസ് തന്നെ കിട്ടിയത്. ഈ ഫംഗസ് നാറ്റുകൾ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാവാം. ഇത് വളരെ സിമ്പിളാണ്. ചെടിയുടെ ചട്ടിയുടെ ചുറ്റും കൈകൊണ്ട് ചെറുതായി ഇങ്ങനെയൊന്ന് തട്ടി നോക്കുക. ജീവനുള്ള പ്രാണികളുണ്ടെങ്കിൽ അവ തീർച്ചയായും അവ ഒളിച്ചിരിക്കുന്ന മണ്ണിൽ നിന്നും പുറത്തു ചാടി ചട്ടിക്ക് ചുറ്റും പറന്നു നടക്കുന്നത് കാണാൻ കഴിയും. ഇനി പറന്നു കളിക്കുന്ന പ്രാണികളെ കാണുന്നില്ലെങ്കിൽ ചട്ടിയിലുള്ള മണ്ണിൻ്റെ മുകളിൽ വിരലുകൊണ്ടോ വല്ല കമ്പോ മറ്റോ ഉപയോഗിച്ചോ ചെറുതായി ഒന്ന് ഇളക്കി നോക്കുക. ഈ ഫംഗസ് നാറ്റുകളുടെ ലാർവകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനാണിത്. ഇവയുടെ ലാർവകൾ ഈ കാണുന്നത് പോലെയാണ്. ഇനി ചട്ടികളിൽ ലാർവകളില്ലെങ്കിൽ നമുക്ക് ചെടികൾ വാങ്ങാം. കാരണം നമുക്കിവയുടെ മുട്ടകൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ചെറുതാണ് ഇവയുടെ മുട്ടകൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഫംഗസ് നാറ്റുകൾ നമ്മുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ ഇല്ലാതാക്കാമെന്നതാണ്. ഫംഗസ് നാറ്റുകളുടെ ശല്യം വളരെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നേരിടേണ്ടത് 3 വ്യത്യസ്ത സ്റ്റേജുകളിലുള്ള പ്രാണികളെയാണ്. അതായത് മുട്ടകൾ, ലാർവ, പിന്നെ മുതിർന്ന പ്രാണികൾ. ഇവയെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് പറന്നു കളിക്കുന്ന പ്രാണികളെ കൊല്ലുക തന്നെയാണ്. അതിനായി ഈ കാണുന്നത് പോലെയുള്ള പശയുള്ള പേപ്പറുകൾ നമുക്ക് വാങ്ങിയോ ഉണ്ടാക്കിയോ ഉപയോഗിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് മണ്ണിലുള്ള മുട്ടകളും ലാർവകളും നശിപ്പിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള 5 രീതികളാണ്. നമുക്ക് തികച്ചും സേഫായ മാരകമായ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെയുള്ള 5 മെത്തേഡ്സാണിവ. ഒന്നാമത്തേത് സോപ്പ് ലായനി. 1 ടീസ്പൂൺ അഥവാ 5 മില്ലി ലിക്വിഡ് സോപ്പ് 1 ലിറ്റർ റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളിലും നല്ലതുപോലെ മണ്ണ് നനയുന്നവരെ ചുവട്ടിലും സ്പ്രേ ചെയ്യുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഈ ഉപയോഗിക്കുന്ന സോപ്പ് ആൻറ്റിബാക്ടീരിയൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോപ്പ് ലായനി ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാം. രണ്ടാമത്തേത് ആപ്പിൾ സൈഡർ വിനീഗർ ലായനി. ആദ്യം പറഞ്ഞ സോപ്പ് ലായനി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അഥവാ 15 മില്ലി ആപ്പിൾ സൈഡർ വിനീഗർ ചേർത്ത് ചെടികളുടെ ചുവട്ടിലെ മണ്ണ് നല്ലതുപോലെ നനയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം. ചില ചെടികൾക്ക് വിനാഗിരി പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെടികളിൽ ഉപയോഗിക്കുന്നതാണ് സേഫ്. മൂന്നാമത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി. 3% സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഒരളവ് ഹൈഡ്രജൻ പെറോക്സൈഡിന് 4 അളവ് വെള്ളം, അതായത് 1:4 എന്ന അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളവും മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ചുവട്ടിലെ മണ്ണ് നല്ലതുപോലെ നനയുന്നത് വരെ നനച്ചു കൊടുക്കുക. ഇനി 6% സ്ട്രെങ്തുള്ള ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെള്ളം ഉപയോഗിക്കാം. ഇനി നാലാമത്തേത് നീം ഓയിൽ അഥവാ വേപ്പെണ്ണ ലായനി. 1 ടീസ്പൂൺ അതായത് 5 മില്ലി വേപ്പെണ്ണ അഥവാ നീം ഓയിൽ 1 ടീസ്പൂൺ അതായത് 5 മില്ലി ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിന് എന്ന അളവിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെടി മുഴുവൻ നനയുന്നത് വരെ സ്പ്രേ ചെയ്യുകയും ചുവട് നന്നായി നനയുന്നവരെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അഞ്ചാമത്തേത് മൊസ്കിറ്റോ ബിറ്റ്സ്.
കൊതുകുകളുടെയും ഫംഗസ് നാറ്റുകളുടെയും മുട്ടകളും ലാർവകളെയും ബയോളജിക്കലായി നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ആമസോണിലും മറ്റ് ഓൺലൈൻ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടുന്ന ഈ മൊസ്കിറ്റോ ബിറ്റ്സ് 2 രീതികളിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യത്തേത് മൊസ്കിറ്റോ ബിറ്റ്സ് ടീ. 1 ടേബിൾ സ്പൂൺ മൊസ്കിറ്റോ ബിറ്റ്സ് 1 ലിറ്റർ വെള്ളത്തിനെന്ന അളവിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 30 മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം തണുത്തിട്ട് ചെടികളുടെ ചൂട് നന്നായി നനയുന്നവരെ ഒഴിച്ചു കൊടുക്കണം. രണ്ടാമത്തെ രീതി, ഈ മൊസ്കിറ്റോ ബിറ്റ്സ് 1/2 കപ്പ് 1 ചതുരശ്ര അടിക്ക് എന്ന അളവിൽ ചെടിയുടെ ചുവട്ടിൽ സ്പ്രിങ്കിൾ ചെയ്തു കൊടുക്കാം. അതിനുശേഷം സാധാരണ ചെയ്യുന്ന പോലെ വെള്ളം നനച്ചു കൊടുത്താൽ മതി. മേൽപ്പറഞ്ഞ 2 രീതികളിൽ മൊസ്കിറ്റോ ബിറ്റ്സ് ഉപയോഗിക്കുമ്പോഴും അതിലടങ്ങിയിട്ടുള്ള BTI എന്ന ജൈവ ലാർവാസൈഡ് പുറത്തു വരുന്നു. ഈ BTI എന്ന് പറയുന്ന ബാസിലസ് തുരിഞ്ചിയൻസിസ് ഇസ്രലെൻസിസ്, കൊതുകുകളുടെയും ഫംഗസ് നാറ്റുകളുടെയും ലാർവകളെ നശിപ്പിക്കുന്ന സ്വാഭാവിക ബാക്ടീരിയയാണ് BTI. ഈ പറഞ്ഞ 5 രീതികളിൽ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഫലപ്രദമായത് നീം ഓയിൽ അഥവാ വേപ്പെണ്ണ ലായനിയും മൊസ്കിറ്റോ ബിറ്റ്സുമാണ്. ഈ പറഞ്ഞവയിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഒറ്റത്തവണയുള്ള പ്രയോഗത്തിൽ ഈ ഫംഗസ് നാറ്റിൻ്റെ ശല്യം തീരുകയില്ല. ഒരാഴ്ച ഇടവിട്ട് ഇതിൽ 1-2 രീതികൾ മാറി മാറി ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നീം ഓയിൽ സ്പ്രേ പറന്നു നടക്കുന്ന ഫംഗസ് നാറ്റുകളെയും മൊസ്കിറ്റോ ബിറ്റ്സ് ട്രീ മണ്ണിലുള്ള ലാർവകളെയും നശിപ്പിക്കും. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഫംഗസ് നാറ്റുകളുടെ ശല്യമുള്ളവർക്കും ഇതുവരെ ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ചില ടിപ്സാണ്. ഈ ഫംഗസ് നാറ്റുകൾ മുട്ടയിട്ട് പെരുകുന്നതും ജീവിക്കുവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എപ്പോഴും നനവുള്ള മണ്ണിലും ഈർപ്പമുള്ള അന്തരീക്ഷത്തിലുമാണ്. ഈ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയാൽ നമുക്ക് ഈ ഫംഗസ് നാറ്റുകളുടെ ഉപദ്രവം ഇല്ലാതിരിക്കുവാനും അഥവാ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാനും തീർച്ചയായും സാധിക്കും. ഇനി പറയുന്നത് ഇവയെ നിയന്ത്രിക്കുവാനുള്ള വഴികളാണ്, അതായത് ചില കൺട്രോൾ മെത്തേഡ്സ് ആണ്. ഒന്നാമത്തേത്, ചെടികളുടെ ചുവട്ടിലുള്ള മണ്ണ് 1-2 ഇഞ്ച് താഴെ വരെ എപ്പോഴും ഉണങ്ങിയിരിക്കുവാൻ ശ്രദ്ധിക്കുക. പേടിക്കേണ്ടെന്നേ, ചെടികളുടെ വേര് അതിനും താഴെയായിരിക്കുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ചെടികൾ നനയ്ക്കുന്നത് കുറയ്ക്കുക. ഈർപ്പമുള്ള മണ്ണും അനുകൂല സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ ഈ ഫംഗസ് നാറ്റുകൾ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. രണ്ടാമത്തേത്, ചെടികൾ നനയ്ക്കുന്ന രീതി ഒന്ന് ചെറുതായി മാറ്റുക. കൃത്യമായി പറഞ്ഞാൽ മുകളിൽ നിന്നും നനയ്ക്കുന്ന രീതി മാറ്റി താഴെ നിന്നും നനയ്ക്കുക. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. ഈ കാണുന്നത് പോലെ നമ്മുടെ ചെടിച്ചട്ടികൾ ഇറങ്ങിയിരിക്കാൻ പാകമായ ഒരു ബക്കറ്റോ ബേസിനോ എടുത്ത് നമ്മുടെ നനയ്ക്കേണ്ട ചെടിച്ചട്ടി അതിൽ ഇറക്കി വയ്ക്കുക. ഇനി ഈ പുറത്തുള്ള ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെടിയുടെ മുകളിൽ നിന്നും 1-2 ഇഞ്ച് താഴെ വരുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചാൽ മതി. ചെടിച്ചട്ടികളുടെ താഴെയുള്ള ഹോളുകളിലൂടെ വെള്ളം അകത്തേക്ക് കയറിക്കൊള്ളും. അതായത് ചെടി നട്ടിരിക്കുന്ന മണ്ണ് നനയാനുള്ള വെള്ളം താഴെയുള്ള ഹോളുകളിലൂടെ വലിച്ചെടുത്തുകൊള്ളും. ഒരു 5-10 മിനിറ്റുകൾക്ക് ശേഷം ഈ ചട്ടി ഉയർത്തി കൂടുതലുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം ചട്ടികൾ മാറ്റിവെക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ചട്ടികളുടെ മുകൾ വശം ഡ്രൈ, താഴെ ആവശ്യത്തിനുള്ള വെള്ളം. മൾച്ചിങ് ആണ് നമുക്ക് ഫംഗസ് നാറ്റുകളെ അകറ്റി നിർത്താനുള്ള അടുത്ത മാർഗം. ഞാൻ മുൻപ് പറഞ്ഞിരുന്ന പോലെ ഈ ഫംഗസ് നാറ്റുകൾ മുട്ടയിടുന്നത് മണ്ണിൻ്റെ മുകളിലുള്ള ലെയറിലാണ്. ഈ മുട്ടയിടാനുള്ള സാഹചര്യം ഇല്ലാതാക്കുവാനാണ് നാം ഇവിടെ ശ്രമിക്കുന്നത്. അതിനായി തീരെ വലുപ്പം കുറഞ്ഞ പെബിൾസ്, നല്ല തരികളുള്ള മണൽ തുടങ്ങിയ ബാരിയറുകൾ നമുക്കിതിനായി ഉപയോഗിക്കാം. വലുപ്പം കൂടിയ പെബിളുകൾ ഉപയോഗിച്ചാൽ അതിനിടയിലൂടെ ഈ ഫംഗസ് നാറ്റുകൾ മണ്ണിലെത്തുകയും മുട്ടയിട്ട് പെരുകുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പെബിൾസും മണലും കൂടാതെ ഈ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ കൂടെയുണ്ട്. അവയിലൊന്നാണ് ഈ കാണുന്നത് പോലെയുള്ള ബാരിയറുകൾ. ഈ കാണുന്ന പ്രൊഡക്റ്റിന് 4 ലിറ്ററിനുള്ള വില ഏകദേശം $20 കൂടുതൽ ചെടികളുള്ളവർക്ക് കുറച്ചധികം പണം ഇറക്കേണ്ടി വരും. എന്നാൽ ഞാൻ പറഞ്ഞ തരിമണലാണ് നമ്മുടെ കീശയിൽ ഒതുങ്ങുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ളതും. നാലാമത്തേത്, ഈ ഫംഗസ് നാറ്റുകളെ അകത്തു നിർത്തുമെന്ന് അവകാശപ്പെടുന്ന പലതരം പോട്ടി മിക്സുകൾ ഉപയോഗിക്കുന്നതാണ് അടുത്ത രീതി. ഇത്തരം പോട്ടി മിക്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫംഗസ് നാറ്റുകൾക്ക് തീരെ താല്പര്യമില്ലാത്ത പല സാധനങ്ങൾ ഉപയോഗിച്ചാണ്. വില കുറച്ച് കൂടുതലാണെങ്കിലും ഇത്തരം പോട്ടി മിക്സുകൾ നല്ല എഫക്റ്റീവാണ്. ഈ മണിപ്ലാന്റിൻ്റെ ചട്ടിയുടെ മുകളിലുള്ള പകുതി ഭാഗം ഈ കാണുന്ന പോട്ടി മിക്സ് ഉപയോഗിച്ചാണ് നിറച്ചിരിക്കുന്നത്. ഞാനീ പറഞ്ഞു തന്ന സൂത്രപ്പണികൾ ഉപയോഗിച്ച് ഫംഗസ് നാറ്റ്സിൻ്റെ വംശനാശം വരുത്തിക്കഴിഞ്ഞ് നാം വെറുതെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ചെടികളുടെ ചുവട്ടിലും മണ്ണിലുമൊക്കെ എപ്പോഴും ഒരു കണ്ണ് വേണം. ഈ കുഞ്ഞൻ പ്രാണികൾ ഏത് സമയവും മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഫംഗസ് നാറ്റ്സിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. ഈ ഫംഗസ് നാറ്റ്സിന്റെ ശല്യം കൂടാതെ നമ്മുടെ വീടുകൾക്കുള്ളിൽ ചെടികൾ വളർത്തിയെടുക്കേണ്ട രീതികളെല്ലാം നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.